ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വലിയ നോമ്പിൻ്റെ 32-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പ്രിയമുള്ളവരെ, പരിപാവനമായ നോമ്പ് ദിനത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. നോമ്പ് എന്ന് പറയുന്നത് സ്നേഹത്തോടെ ആചരിക്കേണ്ട ഒരു ആത്മീയ യാത്രയാണ്. അത് വിശ്വാസത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അനുതാപത്തിൻ്റെയും നന്ദി അർപ്പിക്കുന്നതിൻ്റെയും ഒക്കെ ദിനം കൂടിയാണ്. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. 6-ാം അധ്യായത്തെക്കുറിച്ച് പറയുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിലെ ദീർഘമായ അധ്യായങ്ങളിലൊന്നാണ് ഈ അധ്യായം. ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്ന 3 പ്രധാന ചിന്തകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായി, മനുഷ്യ പരിധികൾക്കുമപ്പുറം നാം ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ അതിരുകൾ തരണം ചെയ്യുവാനായി നമുക്ക് സാധിക്കും. മനുഷ്യന്റെ പരിധികൾക്കുമപ്പുറം നാം ദൈവത്തിൽ വിശ്വസിക്കണം. ജനം വിശന്നിരിക്കുമ്പോൾ ശിഷ്യന്മാർ പരിഹാരമൊന്നും കാണുന്നില്ല. ഇവരെ വിട്ടയക്കണം എന്നായിരുന്നു അവരുടെ അഭിപ്രായം. അവിടെ ശിഷ്യന്മാർ അവരുടെ ബുദ്ധിക്കനുസരിച്ചുള്ള പല അഭിപ്രായങ്ങളും പറയുന്നതായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ യേശു പറഞ്ഞത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്നാണ്. ഇത് തന്നെയാണ് ഇന്നും യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ പാർക്കുന്ന രാജ്യത്തിലെ പൗരന്മാരാണ് നാം ഏവരും. ഇല്ലാത്തതിനാലല്ല ഇന്ന് നമ്മൾ മനുഷ്യർ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. എന്നാലോ ഉള്ളതിനെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സില്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ദൈവവിശ്വാസത്തിന്റെ ഒരു പാഠം കൂടിയാണ്. നമുക്ക് യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരായി യേശുവിനെ പിൻപറ്റാം. മനുഷ്യന്റെ ബുദ്ധിക്ക് അതിൻ്റെതായ പരിമിതികൾ ഉണ്ട്. എന്നാൽ ദൈവം അതിനൊക്കെ അപ്പുറമാണ്. നമ്മുടെ ജീവിതത്തിലും നാം പലപ്പോഴും ശിഷ്യന്മാരെ പോലെ ചിന്തിക്കുന്നു. നമ്മിൽ കഴിവില്ലെന്നോ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് തോന്നുമ്പോൾ ദൈവം നമ്മെ നടത്തുന്നു. പ്രവൃത്തിയിലൂടെയുള്ള വിശ്വാസവും നമ്മളിൽ ഉണ്ടാകണം. വിശ്വാസം വെറും വചനങ്ങളിലല്ല, അത് നമ്മുടെ പ്രവൃത്തിയിലും പ്രകടമാകണം. നമ്മുടെ ജീവിതത്തിലും പലവിധ പ്രശ്നങ്ങൾ വരാം. സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധങ്ങളുടെ തകർച്ച, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ നാം ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത് നമ്മുടെ പരീക്ഷകളിലുള്ള വിശ്വാസത്തെ കാണിക്കുന്നു. രണ്ടാമതായി നാം ചിന്തിക്കുന്ന വിഷയം, പ്രാർത്ഥന ആത്മീയ ജീവിതത്തിന്റെ ശക്തിയാകണം. നമ്മുടെ കർത്താവ് ജനത്തെ അനുഗ്രഹിച്ച് അത്ഭുതങ്ങൾ നടത്തി. കർത്താവ് എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഒരിടത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ആത്മവിശ്വാസത്തിനും നാം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ഇത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ഗൗരവം മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. പ്രാർത്ഥന ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാകണം. ദിവസവും ദൈവത്തോടുള്ള അനുദിന പ്രാർത്ഥന നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നാം ആയിരിക്കാം. എന്നാൽ യേശു മാതൃകയായി കാണിച്ച പോലെ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ കഴിയും. മൂന്നാമതായി, നമുക്ക് ഉള്ളതിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിക്കുന്നു. ശിഷ്യന്മാർ കൊണ്ടുവന്ന 5 അപ്പവും 2 മീനും മതിയായില്ലെങ്കിലും ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിക്കുന്നു. അത് നമുക്ക് അനുഗ്രഹമായി മാറുന്നു. ദൈവം അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ നാം അത് മറ്റുള്ളവരുമായി പങ്കിടണം. യേശു ആഹാരം ഭാഗിച്ചതുപോലെ നാമും അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടേണ്ടതാണ്. അതുപോലെ നമ്മുടെ ജീവിതവും ദൈവകരങ്ങളിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ അവൻ നമ്മെ അതിരുകൾ തരണം ചെയ്ത് വിജയിപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസം, പ്രാർത്ഥന, സമർപ്പണം ഇവ ഒന്നിച്ച് വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നു. അതിനാൽ ദൈവത്തിൽ ഉറച്ചു നിൽക്കാം. പ്രാർത്ഥനയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. എല്ലാം കർത്താവിന്റെ കയ്യിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.